കേൾക്കാമോ? ഇല്ല. എനിക്കറിയാം ഇന്നെല്ലാവരും നല്ല മന്തിയും ഷവർമയും ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുക, ഉറക്കം തൂങ്ങി. യേശുവിൻ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നവരല്ല, ഉണർന്ന എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, എത്ര കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്? ഇന്ന് അച്ഛനങ്കിളിന് വേണ്ടി പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? ഇന്ന് പപ്പായിക്കും മമ്മിക്കും വേണ്ടി പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? ഇന്ന് സൺഡേ സ്കൂളിലെ ടീച്ചേഴ്സിന് വേണ്ടി പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? സ്കൂളിലെ പ്രിൻസിപ്പളിന് വേണ്ടി, ടീച്ചേഴ്സിന് വേണ്ടി പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? ഇവരെല്ലാം കാണപ്പെട്ട ദൈവങ്ങളാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ നിങ്ങൾ അനുസരിക്കുമോ? പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാവരും അനുസരണമുള്ള കുഞ്ഞുങ്ങളാണ്. നമ്മുടെ പാട്ടും ബൈബിൾ പഠനവും എല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ ദൈവത്തെ അനുസരിക്കുന്ന ദൈവമക്കളായി തീരണം. അങ്ങനെയെങ്കിൽ നമുക്കൊന്നിച്ച് പാടി ദൈവത്തെ സ്തുതിക്കാം. ഒന്നാമത്തെ സെഗ്മെൻറ്റ് ഒന്നായി പാടാം. ഹലോ കൂട്ടുകാരെ, എല്ലാവരും സന്തോഷമായിരിക്കുന്നു. നമുക്ക് ഇന്നൊരു ഇംഗ്ലീഷ് പാട്ട് പഠിക്കാം. എല്ലാവർക്കും ജീവിതത്തിൽ പല പല സന്തോഷങ്ങളാണുള്ളത്. എന്നാൽ ശരിക്കുമുള്ള സന്തോഷം എന്തെന്നറിയുമോ? നമ്മുടെ യേശുക്രിസ്തുവിനെ അളവ് കൂടാതെ സ്നേഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. നമുക്കിന്നൊരു ഇംഗ്ലീഷ് പാട്ട് പഠിക്കാം. Bags of gold can never buy the happiness you're hunting for. Bags of gold can never buy the happiness you're hunting for. Happiness is not the money you have, not the gold, not the crown, not the dress you wear. Happiness is loving Jesus every day. Happiness is not the money you have, not the gold, not the crown, not the dress you wear. Happiness is loving Jesus every day. Bags of gold can never buy the happiness you're hunting for. Bags of gold can never buy the happiness you're hunting for. Happiness is not the excitement in the movie, in the bar, in the dancing hall. Happiness is loving Jesus every day. Happiness is not the excitement in the movie, in the bar, in the dancing hall. Happiness is loving Jesus every day. Bags of gold can never buy the happiness you're hunting for. Bags of gold can never buy the happiness you're hunting for. എല്ലാവർക്കും ഈ പാട്ട് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നമുക്ക് ഈ പാട്ട് ഓരോ വരിയായിട്ട് പഠിക്കാം. ഈ പാട്ട് പറയുന്നതെന്നാൽ നമ്മൾ എത്ര സ്വർണം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നമ്മൾ അന്വേഷിക്കുന്ന സന്തോഷം നമുക്ക് കിട്ടില്ല. അതിപ്പോൾ നമുക്ക് ഏറ്റവും വെല്ലുവിളിപ്പുള്ള ഡ്രസ്സ് ധരിച്ചാലും, നമ്മൾ ഒരുപാട് സ്വർണം കയ്യിലുണ്ടെങ്കിലും, നമ്മൾ രാജാവിനെ പോലെ കിരീടം ധരിച്ചിരുന്നാലും, നമുക്ക് ശരിക്കുമുള്ള സന്തോഷം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മൾ അളവുറ്റാൻ നമ്മൾ കർത്താവിനെ സ്നേഹിക്കണം. എന്നാലേ നമുക്ക് സന്തോഷം നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് 1-2 വരികളായിട്ട് പഠിക്കാം. ആദ്യത്തെ 2 വരി പാടാം. Okay, 1, 2, 3, start. Bags of gold can never buy the happiness you're hunting for. Bags of gold can never buy the happiness you're hunting for. പിന്നെ വരുന്നത്, happiness is not the money you have, not the gold, not the crown, not the dress you wear. Happiness is loving Jesus every day. ഒന്നുകൂടെ പാടാം. Happiness is not the money you have, not the gold, not the crown, not the dress you wear. Happiness is loving Jesus every day. അത് സെയിം ട്യൂൺ തന്നെയാണ് നമ്മൾ അടുത്ത ചാൻസിലോട്ട് വരുമ്പോഴും. ഓക്കെ, അതിങ്ങനെയാണ് വരുന്നത്. Happiness is not the excitement in the movie, in the bar, in the dancing hall. Happiness is loving Jesus every day. ഓക്കെ, അതൊന്നുകൂടെ പാടാം. Happiness is not the excitement in the movie, in the bar, in the dancing hall.
Happiness is loving Jesus every day. എല്ലാവർക്കും മനസ്സിലായോ? നമുക്ക് ഒരു വട്ടം കൂടെ ഈ പാട്ട് ട്രാക്ക് ഇട്ട് പാടാം. Bags of gold can never buy the happiness you're hunting for. Bags of gold can never buy the happiness you're hunting for. Happiness is not the money you have, not the gold, not the crown, not the dress you wear. Happiness is loving Jesus every day. Happiness is not the money you have, not the gold, not the crown, not the dress you wear. Happiness is loving Jesus every day. Bags of gold can never buy the happiness you're hunting for. Bags of gold can never buy the happiness you're hunting for. Happiness is not the excitement in the movie, in the bar, in the dancing hall. Happiness is loving Jesus every day. Happiness is not the excitement in the movie, in the bar, in the dancing hall. Happiness is loving Jesus every day. Bags of gold can never buy the happiness you're hunting for. Bags of gold can never buy the happiness you're hunting for. എളുപ്പം പഠിച്ചില്ലേ ഈ പാട്ട്? ഈ പാട്ട് നിങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ കൂട്ടുകാരെ എല്ലാം ഇത് പഠിപ്പിക്കുക. പള്ളിയിൽ ചെല്ലുമ്പോൾ നമ്മൾ കൂട്ടുകാരെയൊക്കെ പഠിപ്പിക്കുക. ഞാനിത് പഠിച്ച പാട്ടാണെന്ന് എല്ലാവരും പാടി കേൾപ്പിക്കുക. അപ്പോൾ അടുത്ത ഒരു പുതിയ പാട്ടുമായി ഞാൻ വേഗം വരാം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ ബൈ. എന്തൊരു സൂപ്പർ പാട്ടായിരുന്നു. പഠിച്ചോ മക്കളെ? നമ്മൾ സന്തോഷത്തിന് വേണ്ടി അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കുക. ആഗ്രഹിക്കുന്ന എല്ലാം നേടിയെടുത്തിട്ട് നമുക്ക് സന്തോഷമില്ല. നമ്മുടെ കൈ ബാഗ് നിറയെ സ്വർണ്ണമുണ്ട്, എന്നിട്ടും സന്തോഷമില്ല. പേഴ്സ് നിറയെ പണമുണ്ട്, എന്നിട്ടും സന്തോഷമില്ല. നമ്മളാ പാട്ടല്ലേ പഠിച്ചേ? ബാഗ്സ് ഓഫ് ഗോൾഡ് ക്യാൻ നെവർ ബൈ ദ ഹാപ്പിനെസ് യു ആർ ഹണ്ടിങ് ഫോർ. ക്രിസ്തു ഉണ്ടെങ്കിൽ മാത്രമേ സമാധാനമുള്ളൂ. ക്രിസ്തു ഉണ്ടെങ്കിൽ മാത്രമേ സന്തോഷമുള്ളൂ. ക്രിസ്തു ഉണ്ടെങ്കിൽ മാത്രമേ സംതൃപ്തിയുള്ളൂ. കാരണം എൻ്റെ ക്രിസ്തു സമാധാന പ്രഭുവാണ്. മൈ ഗോഡ് ഈസ് ലവ്. അങ്ങനെയെങ്കിൽ ഈ സ്നേഹിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് മുറുകെ പിടിച്ച ആ പാട്ട് വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ച് പാടി കൃപയുള്ളവരായി തീരാം. നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം, കഥയിലൂടെ. ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നേ? ഇന്ന് നമുക്ക് യേശുപ്പച്ചൻ പറഞ്ഞ മനോഹരമായൊരു കഥ കേൾക്കാം. ആരുടെ കഥയാണ് പറയാൻ പോകുന്നതെന്ന് അറിയാമോ? കഥ കേൾക്കുന്ന എല്ലാവർക്കും ഇഷ്ടമല്ലേ? എന്നാൽ നമുക്ക് കഥ കേൾക്കാം. അതായത് ധനവാന്റെയും ലാസറിൻ്റെയും കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് പോകുന്നത്. നിങ്ങൾ കേട്ടിട്ടുള്ള കഥയാണോ ഇത്? ഒരു വലിയ ദേശത്ത് ധനികനായൊരു മനുഷ്യനുണ്ടായിരുന്നു. എന്നാൽ ഈ മനുഷ്യൻ്റെ പ്രത്യേകത, അവനെല്ലാം ഉണ്ടായിരുന്നിട്ട് പോലും ഒന്നും ആർക്കും കൊടുക്കുവാനായിട്ടൊരു മനസ്സും അവനില്ലായിരുന്നു. എല്ലാം സമ്പാദിക്കണമെന്ന് മാത്രം ആഗ്രഹിച്ച, അവനു വേണ്ടി മാത്രം ജീവിച്ച, എല്ലാം അവന് മാത്രമേ ആകാവൂ എന്ന് ആഗ്രഹിച്ച ഒരു മനുഷ്യനായിരുന്നു ഈ ധനവാനായ മനുഷ്യൻ. എന്നാൽ ഈ ധനവാന്റെ മനുഷ്യൻ്റെ ഭവനത്തോട് ചേർന്ന് തന്നെ ഈ ദരിദ്രനായ മനുഷ്യൻ, ആ മനുഷ്യൻ്റെ പേരെന്തുവാ? ലാസർ എന്നായിരുന്നു അവൻ്റെ പേർ. അവൻ കിടപ്പുണ്ടായിരുന്നു. ആഹാരം കഴിക്കുവാൻ ഒരു വകയുമില്ലാതെ മറ്റുള്ളവരോട് യാചിച്ച്
മറ്റുള്ളവരോട് അപേക്ഷിച്ച് എങ്ങനെയെങ്കിലും വല്ലതും കിട്ടിയാൽ കഴിക്കും. അല്ലെങ്കിൽ ഈ ധനവാന്റെ ഭവനത്തിൽ നിന്ന് വെളിയിൽ കളയുന്ന എന്തെങ്കിലും എച്ചിൽ കഷ്ണങ്ങൾ എടുത്ത് കഴിച്ച് ജീവിക്കും. ഈ ധനവാനായ മനുഷ്യന് ദൈവം എല്ലാം കൊടുത്തിട്ടും ഈ ധനവാനായ മനുഷ്യൻ എന്ത് ചെയ്തു? ഈ ലാസറിനെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. അവനൊരു നേരത്തെ ആഹാരം പോലും കൊടുത്തില്ല. അവനെ ഒന്ന് സഹായിച്ചില്ല. അവൻ ഒരു ശുശ്രൂഷയും ചെയ്തില്ല. സ്വന്തം ധനത്തിൽ അഹങ്കരിച്ച് ജീവിച്ച മനുഷ്യനായിരുന്നു ആര്? ധനവാനായ മനുഷ്യൻ. എന്നാൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഈ ധനവാനായ മനുഷ്യനും ഈ ലാസറും മരിച്ചു. മരിച്ചു കഴിയുമ്പോൾ എവിടെ പോകും ഇവർ? യേശുപ്പച്ചൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മരിച്ചു കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഒരു ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കണം. അതായത് അബ്രഹാം പിതാവിൻ്റെ അടുക്കൽ നമ്മൾ ചെല്ലണം. അങ്ങനെ ഈ ധനവാനും ലാസറും സ്വർഗത്തിലേക്ക് പോയി. എന്നാൽ ഓരോരുത്തൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം എവിടെയുണ്ട്? അവിടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലാസർ എവിടെ പോയി? ലാസർ ചെന്നത് അബ്രഹാം പിതാവിൻ്റെ മടിയിലായിരുന്നു. എന്നാൽ ധനവാനായ മനുഷ്യൻ എവിടെ പോയി? ധനവാനായ മനുഷ്യൻ നരകത്തിൽ പോകുവാനായിട്ടിടയായി. എന്തുകൊണ്ടാണ് നരകത്തിൽ പോയത്? അവൻ ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ ആർക്കും ഒരു നന്മയും ചെയ്യുവാനായിട്ടിടയായി തീർന്നില്ല. ആരെയും സഹായിക്കുവാനോ ആരെയും ശുശ്രൂഷിക്കുവാനോ ഈ ധനവാനായ മനുഷ്യൻ ശ്രമിച്ചില്ല. അതുകൊണ്ട് അവൻ എവിടെ പോയി? നരകത്തിൽ പോയി. അങ്ങനെ ഈ ധനവാനായ മനുഷ്യൻ നരകത്തിൽ കിടന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ ആരെ കണ്ടു? തൻ്റെ ഭവനത്തിൻ്റെ പുറത്ത് വ്രണങ്ങളോടെ ഈ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ യാചിച്ച് ജീവിച്ച യാചകനായ ലാസർ എവിടെ ഇരിക്കുന്നു? അബ്രഹാം പിതാവിൻ്റെ മടിയിലിരിക്കുകയാണ്. അങ്ങനെ ധനവാൻ അത് കണ്ടപ്പോൾ വളരെ വിഷമം വന്നു. ധനവാൻ ഉടനെ പറഞ്ഞു, അബ്രഹാം പിതാവേ, ഇവനെ എൻ്റെ നാട്ടിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ഭവനത്തിലേക്ക് ഒന്ന് അയക്കണം. എന്തിനാണെന്നറിയാമോ? എൻ്റെ സഹോദരങ്ങളെങ്കിലും രക്ഷപ്പെട്ടു വരുവാനായിട്ട്. അബ്രഹാം പിതാവ് പറഞ്ഞു, ഒരിക്കലുമില്ല, അങ്ങനെ ഒരിക്കലും അയക്കത്തില്ലെന്ന് പറഞ്ഞു. എന്ത് സംഭവിച്ചിവിടെ? ധനവാൻ ആ കത്തുന്ന തീച്ചൂളയിൽ കിടന്നു വേദനിച്ചു. എന്നാൽ ലാസറോ ആ അബ്രഹാം പിതാവിൻ്റെ മടിയിൽ ഇരുന്ന് സന്തോഷം അനുഭവിച്ചു. അവൻ ഈ ലോകത്തിൽ കഷ്ടതയും പ്രയാസവും ആയിരുന്നുവെങ്കിൽ അവിടെ അവന് സ്വർഗത്തിൻ്റെ അനുഭവം പ്രാപിക്കുവാനായിട്ട് സാധിച്ചു. എന്നാൽ ധനവാൻ ദൈവം കൊടുത്ത ധനം, ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ അവൻ വേണ്ടതുപോലെ ഉപയോഗിച്ചില്ല. മറ്റുള്ളവർക്ക് സഹായമായി തീർന്നില്ല. അതുകൊണ്ട് അവൻ്റെ ജീവിതം എവിടെയായി തീർന്നു? നരകത്തിലായി തീർന്നു. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവം തമ്പുരാൻ നൽകുന്ന അനുഗ്രഹങ്ങൾ, നമ്മുടെ കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങൾ, അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ ടിഫിൻ കൊണ്ടുപോകാറുണ്ട്, ഉച്ചഭക്ഷണം കൊണ്ടുപോകാറുണ്ട്. എന്നാൽ ആഹാരമില്ലാത്ത കുഞ്ഞുങ്ങൾ കാണും, ആഹാരം കൊണ്ടുവരുവാൻ വകയില്ലാത്ത കുഞ്ഞുങ്ങൾ കാണും. ഉള്ളത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ നമ്മളെ അനുഗ്രഹിക്കുന്നവനാണ് ആര്? നമ്മുടെ ദൈവം തമ്പുരാൻ. അതുകൊണ്ട് ഈ ധനവാനെ പോലെ ആകാതെ ലാസറിനെ പോലെ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ, മറ്റുള്ളവർക്ക് ഉള്ളത് പങ്കുവെക്കുവാൻ നമ്മളെ കൊണ്ട് സാധ്യമാകണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. അതുവരെ ബായ്. ആരാണ് സ്വർഗത്തിൽ പോയത്? ഇന്ന് ഞാനും നിങ്ങളും റിച്ച് ആകാൻ വേണ്ടി പഠിക്കുന്നു, റിച്ച് ആകാൻ വേണ്ടി ജോലി ചെയ്യുന്നു. പണം ആവശ്യമാണ്. എന്നാൽ ഈ പണത്തിൻ്റെ പുറകെ പോയി ദൈവത്തെ മറക്കുന്നത് അപകടം. എന്നാൽ ഇവിടെ നമ്മൾ കണ്ടതും കേട്ടതുമെല്ലാം പണം ആവശ്യമാണ്. പക്ഷെങ്കിൽ അവൻ ഏത് വിധത്തിൽ അത് ഉപയോഗിച്ചു? ലാസർ തൻ്റെ ജീവിതത്തെ എങ്ങനെ ഉപയോഗിച്ചു? ജീവൻ തന്ന ആ ദൈവം, ജീവിതം തന്ന ദൈവം,
ആ ദൈവവുമായിട്ടുള്ള സജീവ ബന്ധത്തിൽ നിലകൊണ്ടെങ്കിൽ മാത്രമേ ഏത് പണവും, ഏത് വിദ്യാഭ്യാസവും, ഏത് കഴിവും ഉപകാരപ്പെടുകയുള്ളൂ. അങ്ങനെയെങ്കിൽ നമുക്ക് ലാസറിനെ പോലെ നമ്മുടെ ജീവിതത്തെ വില കൽപ്പിച്ച് ജീവിക്കാം. അടുത്ത സെഗ്മെൻറ്റിലൂടെ പോകാം, കേൾക്കാം, അനുസരിക്കാം. ഹായ് കൂട്ടുകാരെ. ഹായ് അച്ഛൻ, ഹൗ ആർ യു? ഐ ആം ഫൈൻ. ഹായ് മോനെ. ഹായ്. എന്ത് പറ്റി മോന്? ഭയങ്കര ദുഃഖമാണല്ലോ രാവിലെ ഞായറാഴ്ചയായിട്ട്. നോ, ഐ ആം ഹാപ്പി. അച്ഛൻ. യെസ്. എന്ത് പറ്റി ഇവന്? അച്ഛൻ, യെസ്. ഇങ്ങനെ സൺഡേ സ്കൂളിൽ വരാൻ ഒയ്യുന്നേ. രാവിലെ എന്നോട് ഭയങ്കര വഴക്കായിരുന്നേ. ആണോ? എന്തിനാ മോനെ വഴക്കുണ്ടാക്കിയേ? ഐ ഡോണ്ട് ലൈക്ക് സൺഡേ സ്കൂൾ. വാട്ട്? മോക്ക് ഇഷ്ടമല്ലേ സൺഡേ സ്കൂള്? Yeah, I love Sunday school. I like Sunday school. കൂട്ടുകാരെ, എനിക്ക് സൺഡേ സ്കൂൾ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് മോൻ എന്താ പറ്റി? ഐ ഹേറ്റ്. വാട്ട്? അങ്ങനെ പറയുന്നേ? എത്ര നല്ല പാട്ടാ പഠിപ്പിക്കുന്നേ, എത്ര നല്ല വാക്യം പഠിപ്പിക്കുന്നു, എത്ര നല്ല ബൈബിൾ കഥകൾ പഠിപ്പിക്കുന്നു. അതാ ഞാൻ പറഞ്ഞേ, ഗോഡ് ഗോഡ് ഗോഡ്. ഐ ഹേറ്റ് ഗോഡ്. അയ്യോ, ഈ കുഞ്ഞെന്നാ മോനെ ഇങ്ങനെ പറയുന്നേ? ഐ ഡോണ്ട് നോ അച്ഛൻ, ഇതിന് സൺഡേ സ്കൂൾ ഇഷ്ടമല്ല. മോക്ക് ഇഷ്ടമല്ലേ? Yeah, I love Sunday school. കൂട്ടുകാരെ, നിങ്ങൾക്ക് സൺഡേ സ്കൂൾ ഇഷ്ടമാണോ? ഈ മോനെ കാണുമ്പോൾ പറയണം, സൺഡേ സ്കൂള് ഹെയ്റ്റ് ചെയ്യല്. സൺഡേ സ്കൂളിൽ പോകണം, യേശുവിനെ കുറിച്ച് പഠിക്കണം. അച്ഛൻ സൺഡേ സ്കൂളിൽ പോകുമോ? അച്ഛൻ സൺഡേ സ്കൂളിൽ പോയിട്ടുണ്ട്, സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അച്ഛൻ സൺഡേ സ്കൂളിൻ്റെ പ്രസിഡൻറ്റാ. നല്ല കാര്യങ്ങളല്ലേ അവിടെ പഠിപ്പിക്കുന്നേ? ഐ ഡോണ്ട് കെയർ. യു ഡോണ്ട് കെയർ. എന്താ അങ്ങനെ പറയുന്നേ? എനിക്കിഷ്ടമില്ല. മോക്ക് ഇഷ്ടമാണോ? Yeah, I love Sunday school. I hate Sunday school. I love Sunday school. I hate Sunday school. നിർത്തിക്കേ. ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. യേശു അപ്പച്ചനെ കുറിച്ച് പഠിക്കണം, നല്ല മോനായി തീരണം, കേട്ടോ? ഞാൻ നോക്കട്ടെ. നോക്കിയാൽ പറ്റത്തില്ല. ഈ മോളെ യേശു അപ്പച്ചനെ കുറിച്ചൊക്കെ പഠിക്കുന്നില്ലേ? Yeah, നല്ല കഥകളല്ലേ അവിടെ പഠിപ്പിക്കുന്നേ? അതെ അച്ഛൻ, എനിക്കിഷ്ടോ. മോനെന്താ പറ്റി? ടീച്ചറിനെ ഇഷ്ടമില്ലേ? No, ടീച്ചർ വഴക്ക് പറഞ്ഞോ? no, പിന്നെന്താ മോൻ്റെ കുഴപ്പം? I hate Sunday school. I don't like Sunday school. എന്തു പറ്റി? മോന് വീട്ടിൽ ഇരിക്കണോ? Yeah, എനിക്ക് TV കാണണം. ടി വി കാണണമെന്ന്? മോക്ക് ടി വി കാണണ്ടേ? No, എനിക്ക് സൺഡേ സ്കൂളിൽ വരണം, പാട്ട് പഠിക്കണം, ഡാൻസ് ചെയ്യണം, ആക്ഷൻ സോങ് കളിക്കണം. ഞാൻ ഇങ്ങനെയായിട്ട് എന്നും ഒഴുക്കാം. മോനെ, യേശുവിൻ്റെ നല്ല കുഞ്ഞായിട്ട് വേണ്ടേ പൈതങ്ങൾ വളരാനായിട്ട്? മോനെ യേശുവിൻ്റെ നല്ല കുഞ്ഞല്ലേ? I don't know. ഐ ഡോണ്ട് നോ. അതാ കുഴപ്പം. യേശു മോനെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. മോന് സൺഡേ സ്കൂളിൽ വരണം, മോന് ബൈബിൾ ലെസൺസ് പഠിക്കണം. ആട്ടെ, വീട്ടിലിരുന്ന് ബൈബിൾ വായിക്കുന്നുണ്ടോ? No, അതെന്താ ബൈബിൾ വായിക്കാത്തേ? കുഞ്ഞ് ബൈബിൾ വായിക്കുന്നുണ്ടോ? yeah, ഞാൻ വായിക്കുന്നുണ്ട് അച്ഛൻ. ഇതിനോട് വായിക്കാൻ കുറയെങ്കിലേ ഇതിനടക്കി വെക്കും. അയ്യോ, നിങ്ങൾ നല്ല ട്വിൻസ് അല്ലേ? Ah, അപ്പം പിന്നെ ഈ മോള് ചെയ്യുന്നത് പോലെ മോനും ചെയ്യണ്ടേ? okay. അപ്പം ബൈബിൾ വായിക്കുമോ? I will try. ട്രൈ ചെയ്യണം. ബൈബിൾ വായിക്കാനായിട്ട് ട്രൈ ചെയ്യണം. സൺഡേ സ്കൂളിൽ വരണം, നല്ല പാട്ട് പഠിക്കണം. യേശുവിൻ്റെ കുഞ്ഞുങ്ങളാണ് നിങ്ങൾ രണ്ടുപേരും അല്ലേ മോളെ? Yeah, നീയും യേശുവിന്റെ കുഞ്ഞാടാ. ആണോ? മോനും യേശുവിൻ്റെ കുഞ്ഞാ. I don't like. അങ്ങനെ പറയരുത്. മോന് നല്ല മനസ്സുണ്ടാകണം, യേശുവിൻ്റെ കുഞ്ഞായിട്ട് വളരണം, വേദപുസ്തകം പഠിക്കണം. കൂട്ടുകാരെ, നിങ്ങളെങ്ങനെയാ? പള്ളിയിൽ പോകുവാൻ, സൺഡേ സ്കൂളിൽ പോകുവാൻ, ബട്ടർഫ്ലൈ കാണുവാനൊക്കെ നിങ്ങൾക്ക് താല്പര്യമില്ലേ? നിങ്ങളിവിടെ പഠിക്കുന്ന പാട്ടുകളും അതോടൊപ്പം തന്നെ വേദകഥകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമില്ലേ? മോനൊരു കാര്യം ചെയ്യ്, ബട്ടർഫ്ലൈ കാണ്. അതെന്താ? അത് നമ്മുടെ വേൾഡ് ടു വേൾഡ് TV പ്രോഗ്രാമാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമാണ്. ഡെയിലി അത് കാണും.
മോൻ ഇഷ്ടം തോന്നും. അത് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പള്ളിയിലും സൺഡേ സ്കൂളിലൊക്കെ വരാൻ പറ്റും. ഓക്കെ ഓക്കെ, ട്രൈ. പിന്നെയും ട്രൈ ആണോ? നീ കാണുമെന്ന് പറ. ഓക്കെ അച്ഛൻ, ഞാൻ കണ്ടോളാം. ഓക്കെ അച്ഛൻ, ഞാനും കണ്ടോളാം. ഞാനിങ്ങനെ കാണിക്കാം. കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ഈ പ്രോഗ്രാം കാണണേ. നല്ല പ്രോഗ്രാം ആണ് കേട്ടോ. അതോടെ സൺഡേ സ്കൂളിൽ പോകണേ. നീ പോകാൻ കരൂ. സൺഡേ സ്കൂളിൽ സൺഡേ സ്കൂളിൽ പോകണം. ബട്ടർഫ്ലൈ പ്രോഗ്രാം കാണണം. യേശുവിൻ്റെ കുഞ്ഞായി വളരണം. ഓക്കെ, എഗ്രീഡ്? താങ്ക് യു അച്ഛൻ. താങ്ക് യു കുഞ്ഞെ. ദൈവം നിങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ. കൂട്ടുകാരെ, ഈ കുഞ്ഞുങ്ങളെപ്പോലെ നിങ്ങളും ഈ പ്രോഗ്രാം കാണുക, പള്ളിയിൽ പോകുക, ദൈവ പൈതലായി വളരുക. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. കഥ കേട്ടോ? സൺഡേ സ്കൂളിൽ പോകാൻ വയ്യ. ഒരാൾക്ക് പോകാം, മറ്റുള്ളവർ ഞാൻ പോകത്തില്ല, ഇന്ന് ക്രിക്കറ്റ് കളിയുണ്ട്, ഞാൻ പോകത്തില്ല, ഇന്ന് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പാർട്ടിയുണ്ട്. ശരിയല്ലയോ? അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്? സൺഡേ സ്കൂളിൽ പോകാൻ മടി കാണിക്കുക. കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ദാന. ദൈവവചനം കാലിന് ദീപം പാതയ്ക്ക് പ്രകാശ. സൺഡേ സ്കൂളിൽ പോകാൻ, ബൈബിൾ വാക്യം പഠിക്കാൻ, ബൈബിൾ വായിക്കാൻ, പ്രാർത്ഥിക്കാൻ ഒരിക്കലും മടി കാണിക്കല്ലേ. യേശു അപ്പച്ചൻ്റെ കുഞ്ഞുങ്ങൾ യേശുവിനോട് ചേർന്ന് നടക്കണം. യെസ് ലോർഡ്, ഐ ആം യൂസ്, ഞാൻ നിൻ്റേതാണെന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. പാടാം, നേടാം. കുഞ്ഞുങ്ങളെ, ഇവിടെ കുഞ്ഞുങ്ങൾ പാട്ട് പാടുന്നത് കേട്ടപ്പോൾ ഒരാഗ്രഹമുണ്ടോ എൻ്റെയും വീഡിയോ വരണമെന്ന്? ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞേ. ഉണ്ട്? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഇതേ ഫോമിൽ പിടിച്ച് പാട്ട് റെക്കോർഡ് ചെയ്യണം. 2 മിനിറ്റിൽ കുറയാത്ത ഒരു പാട്ട് റെക്കോർഡ് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചു തരാമെങ്കിൽ അടുത്ത സെഗ്മെൻറ്റിൽ നിങ്ങളുടെ പാട്ട് ഉൾപ്പെടുത്തുന്നതായിരിക്കും. തയ്യാറാണോ? അങ്ങനെയെങ്കിൽ അടുത്ത ആഴ്ച കാണും വരെ ബൈ ബൈ.